നിലവുകൾ തലകൾ കൊടുന്നതേ മലകളിൽ മമതയാണതേ കടവുളിൽ കണ്ണു മുടുന്നതേ അഴകി തിരുന്നൊടുകിതേ തലകൾ കൂനിന്തതോ മമതയാഴിന്തതോ. പ്രിയ തമിഴാണെന്ന് കുറെ ആൾക്കാർ വിചാരിക്കും. തമിഴല്ല, ഞാൻ പച്ച മലയാളം. വായ തുറന്ന കൊച്ചി ഭാഷ വരുള്ളൂ എനിക്ക്. പല നാളലഞ്ഞ മരും യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ. 3ാം ക്ലാസ്സിൽ വെച്ചിട്ട് 150 rupees വെച്ച് ഏൺ ചെയ്യാൻ തുടങ്ങിയൊരു അത് ഈ ഗാനമേളക്ക് പോവല്ലോ. ഗാനമേളക്ക് ആ സമയത്തൊക്കെ 150 രൂപയൊക്കെ വലിയ എമൗണ്ടാ. സൂപ്പർ സിംഗറിലേക്ക് പോയ സമയത്ത് ഇപ്പോഴും ഇങ്ങനെ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ചോദിച്ചായിരുന്നു. ഹാരിസ് സാറായിട്ടുള്ള ആ ഒരു മെമ്മറി എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു മെമ്മറി. എൻ്റെ ലൈഫ് തന്നെ മാറ്റി മറിച്ചത് ആ ഒരു ഇതാ. അപ്പോൾ ആ ഒരു മെമ്മറി സാർ വന്നിട്ട് എനിക്ക് സ്റ്റാൻഡിങ് ഓവേഷൻ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്നിട്ട് അവിടെ വെച്ച് തന്നെ പുള്ളി പറഞ്ഞു അടുത്ത കൺസേർട്ടിൽ എന്നെ പാടിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ പുള്ളി പാടിപ്പിച്ചു. റൊമാൻറ്റിക്കിൽ നമ്മള് ഇഷ്ടംമാരെ പാട്ടുണ്ട്. ഇതുവരെ ഇല്ലാத ഉണർവിത് இதயத்தில் உண்டான கனவிது பலித்திடும் அந்நாளை தேடிடும் பாடல் കേട്ടായോ. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ലിറിക്സ് ഒക്കെ എങ്ങനെയാ പഠിക്കുന്നത്? എല്ലാ പാട്ടിലും എന്തെങ്കിലും ഒരു വരിയെങ്കിലും മറക്കാണ്ട് ഞാൻ പാടത്തില്ല. കയ്യിൽ ഇവിടം കൊണ്ട് ഇവിടം വരെയൊക്കെ ഞാൻ എഴുതി വെക്കും ലിറിക്സ്. ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ കയ്യിൽ നിറച്ചു ഇതിങ്ങനെ പാടിയതാ. ഞാൻ മറന്നു പോയി കയ്യിൽ എഴുതി വെച്ചേക്കണ കാര്യം. പാടിയ ആൾക്കാരൊക്കെ പൊക്കിയാണ്. മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതൊരു ക്യൂട്ട് സിംഗറാണ്. നമ്മളെല്ലാവരും തമിഴിൽ ഈ കുട്ടിയുടെ സൂപ്പർ സിംഗറിലെ കുറേ പാട്ടും പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടി തമിഴാണ്, പക്ഷെ കുട്ടി മലയാളിയാണ് ഗൈസ്. മലയാളത്തിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളം ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. സോ നമുക്ക് വെൽക്കം ചെയ്യാം പ്രിയ. ഹായ്. ഹലോ. എന്തുകൊണ്ട് ഇത്ര നാൾ മലയാളത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തില്ല? വിളിക്കാത്തോണ്ട് വിളിക്കണ്ടേ? ഞങ്ങൾ വിളിച്ചല്ലോ, പക്ഷെ ആർക്കും അറിയത്തില്ല മലയാളിയാന്ന്. അതെ, അറിയില്ല. എല്ലാവരും ഇപ്പൊ മലയാളികളൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് തമിഴിലൊക്കെ വർത്തനം പറയും. നീങ്ക എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ തിരിച്ച് നല്ല കൊച്ചി ഭാഷയിൽ മലയാളം പറയുമ്പോൾ അവരറിയണേ മലയാളിയാന്ന്. ഞാനിവിടെ ഇന്റർവ്യൂവിന് വന്ന് ഇവിടെ ഇരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു മലയാളത്തിലാണോ ഇന്റർവ്യൂ? അതെ, മലയാളത്തിലാണ്. ഓക്കെ. അപ്പം സൂപ്പർ സിംഗർ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ലൈഫിൽ. എങ്ങനെ അതിലേക്ക് എത്തിയത്? മലയാളത്തിൽ നമുക്ക് കുറേ സിംഗിങ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ മലയാളത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറെ നാള് ഒരു റിയാലിറ്റി ഷോ 2012 ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഫൈനലിസ്റ്റ് ആയിരുന്നു ആ ഷോയിൽ. പക്ഷെ ആ സമയത്തൊക്കെ കുറച്ചൊക്കെ അറിയായിരുന്നു. അപ്പൊ ആ ഷോ അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്നൊരു ഷോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോ നമ്മള് നമ്മളെ മറന്നു. അപ്പൊ അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞ കൊല്ലം ആണ് എനിക്ക് ഈ സൂപ്പർ സിംഗറിൽ ഒരാഴ്ച കൂടെ പോവാം. അതിനു മുന്നേ ഒരു പ്രാവശ്യം ഞാൻ സൂപ്പർ സിംഗറിൽ പോയിട്ടുണ്ട്. ഫൈനൽസിൽ പോവാണ്ട് ഔട്ടായി പോയി. അപ്പൊ ഈ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫൈനൽസിലൊക്കെ പോയെങ്കിലും ഒന്ന് രക്ഷപ്പെടാവുന്ന രീതിയിൽ പോയി നോക്കിയതാ. ഫൈനൽസിൽ പോയി സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പൊ സന്തോഷമായി, അത്രേ ഉള്ളൂ. ഇപ്പോൾ പാടുന്ന പാട്ടൊക്കെ ഭയങ്കര വൈറലാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഓരോ ഷോർട്ട് വീഡിയോസ് വരുമ്പോഴൊക്കെ ഭയങ്കര വൈറൽ, ഭയങ്കര ഫാൻസ് ഒക്കെയാണ്. നമുക്ക് ഫസ്റ്റ് പ്രിയയുടെ ഒരു പാട്ട് കേട്ടിട്ട് തന്നെ അല്ല, നമ്മളെ മലയാളി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് തമിഴ് സോങ്സ് ആണ്. അതെ, നമുക്ക് ഇഷ്ടമാണ്. ഞാനും തമിഴിലേക്ക് പോയത് കാര്യം നമ്മുടെ ഇവിടെ എല്ലാ പാട്ടും കേൾക്കും. ഹിന്ദി, തമിഴ്, മലയാളം, തെലുങ്ക് എല്ലാം കേൾക്കും. പക്ഷെ അവർക്ക് തമിഴ് മാത്രമേ ഉള്ളൂ. അതെ, പക്ഷെ നമുക്ക് ഈ പാട്ടൊക്കെ അറിയാവുന്ന വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിരുന്ന. തമിഴ് പാട്ട് വേണോ? ഓക്കെ. അപ്പോൾ പ്രിയയുടെ എല്ലാ സോങ്സും വൈറലാണ് നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ നമ്മൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഏറ്റെടുത്ത് ഭയങ്കര ഷെയർ വേറെ ലെവലിലേക്ക് പോയൊരു സോങ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഒന്ന് കാണിക്കാം, എന്നിട്ട് അത് പ്രിയയുടെ വോയിസിൽ ലൈവായിട്ട്.
ഇത് ഫുൾ കേൾപ്പിച്ചാൽ വേണ്ട കേൾപ്പിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഹാരിസ് സാർ ഇപ്പൊ അതിനകത്ത് കണ്ട ഹാരിസ് ജയരാജ് സാറിന്റെ ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് പല്ലവി വേറെയാ, പക്ഷെ ഞാൻ ചറത്തിന്ന് തുടങ്ങാം. ഇതില്ലാത്ത പാടിയ പോലെ നിലവുകൾ തലകാക്കുന്നതേ, മലർകാലിൽ മമതയാണതേ, കടവുളിൽ കടമ മുടുന്നതേ, അഴകി പിറന്നൊടിയിലേ തലകൾ കുനിന്തതോ, മമതയാഴിന്തതോ, കടമ മുടിന്തതോ, പിറந்த நொடியிலோ ஹே பெண்ணே ஏ பெண்ணே உன் வளைவுகளில் தொலைவது போல உணர்கிறேன், இடையினிலே திணறுகிறேன், கனவிதுதானா வினவுகிறேன். லோலல 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 கால் முளைத்த பூவே என்னோட பேலே ஆட பாபா. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഒരു വോയിസ്, വേറൊരു എനർജിയാണ് നമുക്കത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട്. എപ്പം മുതൽ ഈ ഒരു സിംഗിങ് സ്റ്റാർട്ട് ചെയ്തേ? എന്റെ ചെറുതിലെ മുതൽ ഞാൻ പാടുമായിരുന്നു. എന്റെ പപ്പ ഗിറ്റാറിസ്റ്റ് ആണ്. പപ്പ ഗാനമേളക്കൊക്കെ പോകും. അപ്പൊ പപ്പനോട് ഞാനും പോകും. അപ്പൊ ഇടയ്ക്കൊക്കെ ഓരോ പാട്ടൊക്കെ പാടി അങ്ങനെ ഞാൻ പാടി തുടങ്ങിയ ഗാനമേള, നമ്മൾ അമ്പലപ്പടിക്കൊക്കെ ഞാൻ പാടി തുടങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കണ്ട് ഒരു ഇൻസ്പയർഡ് ആയി, നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം ടി വിയിലൊക്കെ വന്ന് പാടണമെന്ന്. അപ്പൊ അങ്ങനെ ഞാനും ഒരു റിയാലിറ്റി ഷോക്ക് പോയി. ഞാൻ സത്യം പറഞ്ഞ 6-7 റിയാലിറ്റി ഷോക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിലൊരു 4 ഔട്ടാവും. ഫസ്റ്റ് തന്നെ ഔട്ടായി. കാര്യം അപ്പോഴൊന്നും പാട്ടത് ഒരു ഗുണമുണ്ടായിരുന്നില്ല. ഔട്ടായി. പിന്നെ പയ്യെ ഫസ്റ്റ് റൗണ്ട് കയറി ഒരു റിയാലിറ്റി ഷോയില്. അപ്പൊ കുറച്ച് ഒരു ഉന്മേഷമൊക്കെ ആയി. കൊള്ളാം, ഫസ്റ്റ് റൗണ്ട് കയറിയല്ലോ. പിന്നെ അടുത്തതായപ്പോ ഇന്ത്യൻ വോയിസ്, അതിന് ഞാൻ ഫൈനൽ വരെ എത്തി. അപ്പോ കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി. എന്തുകൊണ്ടും നമുക്കിനി തമിഴ്നാട്ടിൽ പോയി ട്രൈ ചെയ്തുകൂടാ. അപ്പൊ തമിഴ്നാട്ടിൽ പോയി, അവിടെ പോയിട്ട് ഇതേപോലെ തന്നെ ഫൈനൽസ് തൊട്ട് മുമ്പല്ലേ പോയത്. കുഴപ്പമില്ല. അപ്പൊ അതാണ്. പിന്നെ ഈ കഴിഞ്ഞ കൊല്ലം ഞാനിപ്പോ സൂപ്പർ സിംഗർ 9 അതിൽ പോയിട്ട് ഫൈനലിസ്റ്റ് ആയി. ഇനിയിപ്പോ പാട്ടത്തിലൊക്കെ പാടണം, അങ്ങനത്തെ ആഗ്രഹം. ഇതിപ്പോ എത്ര നാളത്തെ ഒരു ഹാർഡ് വർക്ക് ആയിരുന്നു സൂപ്പർ സിംഗർ വരെ? ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്ക് ഉണ്ട് ആക്ച്വലി. എന്റെ മാത്രമല്ല കേട്ടോ, ഇതൊരു ടീം വർക്ക് അല്ലേ. ഇപ്പൊ എന്റെ അപ്പനും അമ്മ, എന്റെ ഗുരുസ്, എല്ലാവരും ചേർന്നുള്ള ഒരു ഇത്രയും പേര് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു ഇതാണ്. ഇപ്പൊ സിനിമകളൊക്കെ നോക്കുമ്പോ എത്ര സിനിമകൾ ഇപ്പൊ മൊത്തം ചെയ്തു? ഇപ്പോൾ ഞാനൊരു 10 പടത്തിൽ പാടിയിട്ടുണ്ടാവും. അതിലൊരു 4 എണ്ണം ഇളയരാജ സാറിന് ഇപ്പൊ ഞാൻ പാടിയായിരുന്നു. പിന്നെ സാറിന്റെ മോൻ യുവൻ ശങ്കർ രാജ സാറിന് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഹാരിസ് ജയരാജ് സാറിന് ഒരു തെലുങ്ക് പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ദേവാ സാർ ഓട്ടോക്കാരൻ അതൊക്കെ ചെയ്ത പുള്ളി നല്ല ഒരു മ്യൂസിക് ഡയറക്ടർ. പുള്ളിക്ക് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് എന്നൊക്കെ പറഞ്ഞ് പുതിയ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഒന്നും റിലീസായിട്ടില്ല, റിലീസാവാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ മലയാളത്തിലേക്ക് ഇനിയിപ്പം ഒരു ഗായികയായിട്ട് നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാമോ? ഞാൻ റെഡിയാ, വിളിച്ചാൽ ഞാൻ വരും. ഇവിടെ ഇപ്പൊ ആരും വിളിക്കാത്ത കൊണ്ടാ. എനിക്ക് ഇപ്പൊ നമ്മള് ജനിച്ചു വളർന്ന നാട്ടില് നമുക്ക് അത്യാവശ്യം നല്ല ഒരു പോപ്പുലർ ഒക്കെ ആവണമെന്ന് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടില്ല. പക്ഷെ വരുമായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പ്രിയ തമിഴാണെന്ന് കുറെ ആൾക്കാർ വിചാരിക്കും. തമിഴല്ല, ഞാൻ പച്ച മലയാളം. തുറന്ന കൊച്ചി ഭാഷ വരുള്ളൂ എനിക്ക്. ഞാൻ മലയാളിയാ. പക്ഷെ എല്ലാരും എന്താ അങ്ങനെ വിചാരിക്കണെന്ന് എനിക്കറിയാം. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടു വരുന്നത് ആ ഒരു ഷോയും തമിഴിലെ ഷോസും ഇന്റർവ്യൂസ് എല്ലാം ആ ഒരു തമിഴ്നാട്ടിലാണല്ലോ. പക്ഷെ പൊട്ട തമിഴാ പറയണത്. അത് കേട്ടാൽ തന്നെ മനസ്സിലാവും. മലയാളം, ഞാൻ മലയാളത്തിന്റെ സ്ലാങ്ങിലെ തമിഴ് പറയണ അവിടെ പോയിട്ട്. ആണോ? അവർക്കൊക്കെ അറിയാം മലയാളിയാന്ന്. പക്ഷെ ഇവിടുത്തെ ആർക്കും അറിയത്തില്ല. ഭയങ്കര സങ്കടമുണ്ട്. കുട്ടി മലയാളിയാണ്, ഇതോടുകൂടി എല്ലാവരും അറിയും മലയാളിയാണ്. നമുക്കൊരു വെസ്റ്റേൺ സോങ് കൂടി കേൾക്കണം. അതിനു മുന്നേ നമ്മള് മലയാളത്തിലൊരു സോങ് പ്രിയയുടെ അടുത്തുനിന്ന് പാടിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാംസിൽ. എന്നാലും മലയാളത്തിലൊരു ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. പല നാളലഞ്ഞ മരു യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുൻപിളി തളാർന്നു നീ പിരിയാനൊരുങ്ങി നിൽക്കയോ, പിരിയാനൊരുങ്ങി നിൽക്കയോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ
വരും അഴകിൻ്റെ തൂവലാണു നീ. ഇതാണോ ഫേവറേറ്റ് സോങ് ആണത്? അല്ല അങ്ങനെയൊന്നുമില്ല, പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഓക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ മൂന്ന് വയസ്സിലോ 3ാം ക്ലാസ്സിലോ വെച്ചിട്ട് 150 റുപ്പീസ് വെച്ച് ഏൺ ചെയ്യാൻ തുടങ്ങിയ ഒരു അത് ഈ ഗാനമേളക്ക് പോകുമല്ലോ. ഗാനമേളക്ക് ആ സമയത്തൊക്കെ 150 രൂപയൊക്കെ വലിയ റിച്ച് അല്ലേ. നമുക്കൊരു സ്റ്റുഡൻസ് വോയിസ് എന്ന് പറഞ്ഞൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. പപ്പ അതിൽ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ അതൊരു സ്കൂളിലെ പിള്ളേരാ, ഒരു 5-6 പിള്ളേര് ചേർന്ന് ജയദേവൻ ഒരു മാസ്റ്റർ, അവിടുത്തെ ഒരു ഹെഡ് മാസ്റ്ററാണ്, പുള്ളി ഫോം ചെയ്ത ഒരു ഗാനമേള ട്രൂപ്പാണത്. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ പുറത്തുനിന്നുള്ള ഒരാള്. അപ്പൊ അത് ആ ട്രൂപ്പിലാണ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഒരു ഗാനമേള സിംഗർ എന്ന രീതിയിൽ ഞാൻ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് തുടക്കം ആക്ച്വലി, ആ ഒരു സ്റ്റുഡൻസ് വോയിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന്. അപ്പൊ ഫസ്റ്റ് ഏർണിംഗ് കിട്ടിയ ആ ഒരു സോങ് ഓർമ്മയുണ്ടോ? അത് എൻ്റെ പണ്ടത്തെ മെയിൻ പാട്ട് ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന വീട്ടിൽ ചാന്തുവട്ടിലെ ആ പാട്ട്, പിന്നെ ഉണരു ഉണരു എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ ആ പാട്ട്, പിന്നെ ചാഞ്ചാടിയാടി ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ പാടിയിരുന്നത്. അപ്പൊ ആ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ പാട്ടൊക്കെ ആയിരുന്നു എല്ലാ അമ്പലപ്പറമ്പിൽ സെയിം പാട്ടുകൾ. അപ്പൊ ആൾക്കാർ കള്ളുപിടിച്ചൊക്കെ നമ്മുടെ അങ്കിൾമാരൊക്കെ വരും, ബെല്ലൂൺ പാവ നോട്ടുമാലയൊക്കെ തരും ആ സമയത്ത്, കുഞ്ഞല്ലേ. അപ്പൊ നല്ല രസമായിരുന്നു. ഇപ്പോ സൂപ്പർ സിംഗറിലേക്ക് പോയ സമയത്ത് ഇപ്പോ 6 months എന്തോ ഉണ്ടായിരുന്നില്ല ഷോ? 6 months കൂടുതലുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാവും, കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഒരു ബെസ്റ്റ് ഇങ്ങനെ ഇപ്പോഴിങ്ങനെ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ചോദിച്ചാൽ ഏതായിരിക്കും? അത് കുറെ മെമ്മറീസ് ഉണ്ട്, പക്ഷേ ഹാരിസ് സാറായിട്ടുള്ള ആ ഒരു മെമ്മറി എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു മെമ്മറി. എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചത് ആ ഒരു ഇതാ. ഞാൻ ഫിനാലിൽ വെച്ച് സാറ് വന്നിട്ട് ഈ പാട്ട്, അപ്പോഴാണ് ഈ കാൽമുളയത്തെ പോയെന്ന് പറഞ്ഞ പാട്ട് ഞാൻ പാടണേ. അതുവരെ ഇങ്ങനെ ഷോയില് ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഇപ്പൊ ഉണ്ടാവും അല്ല ഇപ്പൊ ഒരു പയ്യെ പോകില് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ പാട്ട് വന്നതിന് ശേഷം ആണ് നമുക്ക് കുറച്ച് ഒരു TRP ഒക്കെ കൂടി എന്ന് പറയില്ലേ, ആ ഒരു സംഭവം ആൾക്കാര് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ്. അപ്പോൾ ആ ഒരു മെമ്മറി, സാർ വന്നിട്ട് എനിക്ക് സ്റ്റാൻഡിങ് ഓവേഷൻ തന്നെ വന്ന് കെട്ടിപ്പിടിച്ച്, എന്നിട്ട് അവിടെ വെച്ച് പുള്ളി പറഞ്ഞു അടുത്ത കൺസേർട്ടില് എന്നെ പാടിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ പുള്ളി പാടിപ്പിച്ച് അതുപോലെ പടത്തില് ചാൻസറാന്ന് പറഞ്ഞു. ഒരാഴ്ചയിൽ പുള്ളി വിളിക്കാം, ഒരാഴ്ചക്കുള്ളിൽ പുള്ളി സ്റ്റുഡിയോയിലേക്ക് വിളിക്കാം, നമുക്ക് അടുത്ത ആഴ്ച സ്റ്റുഡിയോയിലേക്ക് കാണാമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ പുള്ളി സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് പാടിച്ചു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മെമ്മറി അതാണ്. പക്ഷെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മെമ്മറീസും അടിപൊളിയാ. ടാസ്ക് എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇമോഷൻസ് പറയും. ആ ഇമോഷൻസ് പ്രിയ പാട്ടിലൂടെ വേണം എക്സ്പ്രസ് ചെയ്യാൻ, സംസാരിക്കാൻ പാടില്ല. ഏത് വേണമെങ്കിലും പാടാം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും പാടാം, പക്ഷെ പാട്ടിലൂടെ പറയണം. ഓക്കെ. പ്രിയ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ റീസൺ ചോദിക്കും എന്ത് പറ്റി പ്രിയാന്ന്. അപ്പൊ പ്രിയ പാട്ടിലൂടെ മറുപടി പറയണം. സോറി, 4 വരെ അറിയത്തുള്ളൂ. 4 പാട്, ഇതൊരു ഈ നടുവിലൊരു ഹമ്മിങ് വരും. ഹമ്മിങ് ഞാൻ ഫുള്ളായിട്ട് പാടാം. ലിറിക്സ് അങ്ങനെ പോയി ഹട്ടി നോക്കൂ ഈ പാട്ട് നോക്കി പഠിക്കും. അവ എന്നെ തേടി വന്ന അഞ്ചല, അവ നിറത്ത പാത്ത സെവക്കും വെത്തല, അവ അഴക சொல்ல வார்த்தை கூட பத்தல, அடை போய் எனக்கு வேண்டும் அஞ்சல, അവ ഇല്ല നെരുപ്പതാണ് നെഞ്ചില. അത്രയും മതി. ഓക്കെ, സൂപ്പർ. സങ്കടം. ശരി, അടുത്ത സിറ്റുവേഷൻ റൊമാൻറ്റിക്കിൽ നമ്മള് ഇഷ്ടംമാരെ പാട്ടുണ്ട്. ഇതുവരെ ഇല്ലാத ഉണർവിത് இதயத்தில் உண்டான கனவிது பலித்திடும் அந்நாளை தேடிடும் பாடல் கேட்டாயோ. സൂപ്പർ, നല്ല വോയിസ്. നെക്സ്റ്റ് ഓക്കെ, ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് ലവ് മാത്രമേ. என்னை விட்டு உயிர் போனாலும் உன்னை விட்டு நான் போக மாட்டேன், ஜன்மம் வர இருந்தாலும் ഉന്നെ ആർക്കും തരമാട്ടേ. ഇത് ബ്രേക്കപ്പ് ആണോ? ബ്രേക്കപ്പ് ആണെന്ന് തോന്നുന്നു. ബ്രേക്കപ്പ് ആക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ഇത്ര 1 2 3 4 ഇത്ര സിറ്റുവേഷൻസ് കൊടുത്തിട്ടും കുട്ടിക്ക് 2 സിറ്റുവേഷൻസ് പറ്റുള്ളൂ. എന്താ വെച്ചാൽ ലവും ബ്രേക്കപ്പും മാത്രമേ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൂ. അത് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഭയങ്കര ഇൻട്രസ്റ്റാ. ഓക്കെ, അപ്പം കുറെ നാളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്.
ചാർലി. ചാർലി. എങ്ങനെ പറയൂ, റിലേഷൻഷിപ്പ് എങ്ങനെയാ, എങ്ങനെ പോകുന്നു? ഇപ്പൊ എത്ര ഇയേഴ്സ് ആയി? ഇപ്പൊ 5 കൊല്ലായി. ഇപ്പൊ നല്ല നല്ല സന്തോഷകരമായി പോകുന്നു. കല്യാണമൊക്കെ ആവാറായി. ഓക്കെ. ഒരു 2-3 മാസത്തിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പൊ നമ്മൾ കപ്പിൾ ഇന്റർവ്യൂ എടുത്തിരിക്കും. ശരി, എങ്ങനെയായിരുന്നു മീറ്റ് ചെയ്തത്? എങ്ങനെയാ അത്? ആക്ച്വലി ഇവനും ഞാനും പണ്ട് ഞാൻ സ്കൂളിൽ എക്സാം എഴുതാൻ പോയപ്പോൾ ഇവനും ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേ ലേണിംഗ് ഡിസബിലിറ്റി സംഭവം ഉണ്ട്. ഞാനൊരു LD സ്റ്റുഡൻ്റ് ആണ്. നമുക്ക് പഠിക്കാനൊക്കെ എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു. എക്സാമിനൊക്കെ നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടും 1 മണിക്കൂർ. ഇവനുണ്ട്, ഇവനും LD, ഇവനും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല വർത്തനൊക്കെ പറഞ്ഞ് എക്സാം ഒക്കെ എഴുതി. അപ്പൊ അന്ന് എനിക്കറിയാം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവൻ. മനസ്സിലായി. ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവരും ബെസ്റ്റ് ഫ്രണ്ട്സ്, നിങ്ങളും ബെസ്റ്റ് മ്യൂച്വൽ ഫ്രണ്ട്സ് ആണ്. അപ്പൊ എനിക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം തടിയൊക്കെ കൂടി സ്വിമ്മിങ് ക്ലാസ്സിന് പോയതാ, സ്വിമ്മിങ്ങിന്. അപ്പൊ സ്വിമ്മിങ്ങിന് പോയപ്പോ ഇങ്ങനെ അവിടെ ഇരിക്കണോ, ഈ പുള്ളിയ ട്രെയിൻ ചെയ്യാൻ നിന്നിരുന്ന. അപ്പൊ ഇയാളെ കണ്ടല്ലോ, പരിചയമുണ്ടല്ലോ. അപ്പൊ പിന്നെ മനസ്സിലായി ഇങ്ങേരാന്ന്. പിന്നെ അങ്ങനെ സ്വിം ചെയ്ത് പുള്ളി പഠിപ്പിച്ച് അങ്ങനെ സെറ്റായി, അങ്ങ് സിങ്കായി. ആരാദ്യം പ്രപ്പോസ് ചെയ്ത്? ആക്ച്വലി രണ്ടുപേരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. പ്രപ്പോസ് എന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ രണ്ടുപേർക്കും അറിയാൻ ഇഷ്ടമാണ്. താനൊരു ഫ്ലോയിലങ്ങ് പോയതാ. വീട്ടിലപ്പോ എങ്ങനെ, ആരാദ്യം പറഞ്ഞു? വീട്ടില് പൊക്കിയതാണോ? പൊക്കിയെന്നല്ല, ഞാൻ പോയി പറഞ്ഞതാ. കല്യാണം കഴിക്കാനൊക്കെ പ്രായമായി. അവരപ്പൊ വേറെ മാട്രിമോണിയിലൊക്കെ പീരീഡാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, ആളുണ്ട് എന്ന് പറഞ്ഞു. മമ്മിക്ക് ഇപ്പോഴും കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിലേ കല്യാണത്തിന്. അപ്പൊ ഇനി മമ്മിയും കൂടെ ഓക്കെ ആയി കഴിഞ്ഞാല് സെറ്റ്, കല്യാണം. ഓക്കെ. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കുട്ടി ഇപ്പൊ ഇത്രയും വലിയൊരു ഷോയില് ഫസ്റ്റ് റണ്ണറപ്പ് ആയ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? പഠിത്തത്തിൽ ഇന്ന് ഞാൻ മോശമാണ്. അത് ലിറിക്സിന്റെ കാര്യം ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി, ഈ ലിറിക്സ് ഒക്കെ ഇപ്പൊ എങ്ങനെയാ പഠിക്കുന്നത്? ലിറിക്സ് ആ സമയത്ത് സർവൈവ് ഉണ്ട്. അപ്പൊ അത് കാരണം പാട്ട് പഠിക്കാനുള്ള പാട്ട് മാത്രം വൈഹാട്ട് ചെയ്യും. രാത്രിയൊക്കെ ഉറക്കൊഴിച്ചിരുന്ന ഈ സാധനം വൈഹാട്ട് ചെയ്യും. എന്നാലും തെറ്റിക്കും. ഇഷ്ടം പോലെ പാട്ട് തെറ്റിച്ചിട്ടുണ്ട്. എവിടെ സ്റ്റേജിൽ തെറ്റിച്ചിട്ടുണ്ട്? ഞാൻ എല്ലാ പാട്ടിലും എന്തെങ്കിലും ഒരു വരിയെങ്കിലും മറക്കാണ്ട് ഞാൻ പാടത്തില്ല. ഒരു വരിയെങ്കിലും മറന്നിരിക്കും. കയ്യിൽ ഇവിടം വരെയൊക്കെ ഞാൻ എഴുതി വെക്കും ലിറിക്സ്. എന്റെ കൈ അപ്പൊ ഒരു പാട്ടില് പിടിക്കപ്പെട്ട് ഞാൻ എഴുതി വെച്ചൊക്കെ ഇരുന്നു. ഒരു പാട്ടില് ഇവിടെ ഈ പത്തിയില്ലേ, പത്തിയില് ഫുള്ള് എഴുതി വെച്ചേക്കണായിരുന്നു. ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ കയ്യില് നിറച്ചും ഇതിങ്ങനെ പാടിയതാ. ഞാൻ മറന്നു കയ്യിൽ എഴുതി വെച്ചേക്കണ കാര്യം. ഓടിയ ആൾക്കാരൊക്കെ എന്നിട്ട് പൊക്കി അടിച്ചു. പൊക്കിടിച്ചാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. ആൾക്കാർ വന്ന് കമന്റ്സില് പറയും ചീറ്റ് ചെയ്തെന്നൊക്കെ പറയാം. പക്ഷെ എന്താ, എല്ലാ പിള്ളേരും ചെയ്യും. പക്ഷെ അത് മറച്ചു വെച്ച് എഴുതണമായിരുന്നു. ഞാൻ മറക്കാണ്ട് അറിയാവുന്ന രീതിയിൽ എഴുതി. അത് മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് വോക്കൽ കോഡിനൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു ശരിക്കും? അത് തൊണ്ടയ്ക്ക് ഒരു ഹെമറേജ് വന്നതാ. പ്രാക്ടീസ് ചെയ്ത് ആ സമയത്തൊക്കെ ബോധമില്ലല്ലോ. ഈ രാത്രിയും പകലും മൊത്തം ഇരുന്നിങ്ങനെ പാടി പ്രാക്ടീസ് കപ്പടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം. അത് ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു കപ്പടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ ഒരു സാധനം കിട്ടത്തില്ല. പക്ഷെ ആ സമയത്ത് അങ്ങനത്തെ ഒരു ബോധമില്ലാണ്ട് ഞാനിങ്ങനെ ഇരുന്ന് രാത്രി ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് പാട്ടാ ഫുൾ പാട്ട് പാടി സാധനം അടിച്ചു പൊട്ടല് വീണു വോക്കൽ കോഴ്സില്. പിന്നെ ശബ്ദം വന്നില്ല. പിറ്റേ ദിവസം എണീറ്റപ്പോ എനിക്ക് ശബ്ദം പറഞ്ഞില്ല. പിറ്റേ ദിവസം ഷൂട്ടാണ് എനിക്ക്. കാറ്റ് മാത്രം വരണം. ഞാൻ പേടിച്ചു പോയി. പിന്നെ ഡോക്ടറുടെ അടുത്തൊക്കെ പോയപ്പോൾ ഇത് ഹെമറേജ് ആണ്, ഒരു 3 മാസം മിണ്ടാണ്ടിരിക്കുക, മരുന്ന് കഴിക്കുക, റെസ്റ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞ് വോയിസ് റെസ്റ്റ് 3 മാസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നിട്ട് ഒരു റേഞ്ചിന്റെ അപ്പുറം കാറ്റ് മാത്രം. ഫസ്റ്റ് ഒക്കെ 1 മാസം വരെയൊക്കെ എനിക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല. സംസാരിക്കുമ്പോൾ ഒരു ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു റേഞ്ചിൽ മാത്രം സംസാരിക്കാൻ പറ്റും, സൗണ്ട് വരും. പക്ഷെ അതിന്റെ അപ്പുറം കാറ്റ് മാത്രം, അങ്ങനെ മാത്രമേ. പേടിയായി. 3 മാസം എന്നിട്ട് അങ്ങനെ സർവൈവ് ചെയ്തു. ഞാൻ 3 മാസം പാടിയേയില്ല, സംസാരിച്ചില്ല. സംസാരിക്കണത് ഡോക്ടറൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കേ, ബുക്കിൽ എഴുതി വായ തുറക്കരുത്, ബുക്കിൽ എഴുതിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു മറ്റവരോട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാലും ഉള്ള സൗണ്ടൊക്കെ വെച്ചിട്ട് സംസാരിക്കും. പക്ഷെ പാട്ട് ഒഴിവാക്കി. സംസാരിക്കണ പോലെ അല്ലല്ലോ പാടണം. പാടുമ്പോ വോക്കൽ കോഴ്സ് ഇങ്ങനെ വന്ന് കാണിക്കും. സംസാരിക്കുമ്പോ കുറച്ച് സ്ലോ ആയിട്ടേ കാണിക്കത്തുള്ളൂ. അത് കാരണം പാടുമ്പോഴാ സ്ട്രെയിൻ കൂടുതലാണ്. അത് ഒഴിവാക്കി. പാട്ട് ഞാൻ പാടിയിട്ടേ ഇല്ല. 3 മാസത്തേക്ക് പാടിയിട്ടേ ഇല്ല.
ഓക്കെ, നമുക്കിനി എന്തായാലും വേറൊരു പാട്ടും കൂടി കേൾക്കാം. ഇത്ര അറിയത്തുള്ളൂ ഈ പാട്ടിന്. കള സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോൾ കോളേജ് ഫംഗ്ഷൻസിന് പോകാറുണ്ട്, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഏതിലാണ്? ഇപ്പൊ കോളേജസ് സ്റ്റുഡൻസിന്റെ ആ ഒരു വൈബിൽ പോകാനാണോ? എനിക്ക് കോളേജിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോളേജൊക്കെ കറസ്പോണ്ടൻസാ ചെയ്തേ. അപ്പൊ അത് കാരണം എനിക്ക് ഈ കോളേജിൽ പോയിട്ട് ആ വൈബൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ പിള്ളേരും ഫുൾ ടൈം തുള്ളിക്കൊണ്ടിരിക്കും. നമുക്ക് ആ ഒരു എനിക്ക് കോളേജ് ഷോസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചെറുപ്പത്തിലെ ഭയങ്കര ആർട്ടിസ്റ്റ് ആയിരുന്നു. ആർട്ടിസ്റ്റ് നല്ല, പക്ഷെ വരക്കുമായിരുന്നു. ഇപ്പോഴും വരക്കാറുണ്ടാവും? ഇപ്പൊ വരക്കാറില്ല. എന്താ? ഇപ്പൊ വരക്കാൻ ടൈം കിട്ടാറില്ല. സമയം. കാര്യം ഞാൻ ഇവിടെ വീട്ടിൽ നമ്മൾ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വരക്കാനൊരു മൂടൊക്കെ വരും. ഇത് ചുമ്മാ നമ്മൾ ഈ ട്രാവൽ ചെയ്ത് എനിക്ക് ചെന്നൈയിൽ നിന്ന് ഇവിടെ വരെ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോ കോയമ്പത്തൂർ പോയിട്ട് പരിപാടിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ട്രിച്ചി, പൊള്ളാച്ചി, നാഗർകോയിൽ, അങ്ങേ ഇങ്ങ് തമിഴ്നാട് ഭയങ്കര വലുതല്ലേ. അപ്പൊ അത് കാരണം നമ്മൾ ഒരു പരിപാടി സ്ഥലത്ത് അടുത്ത പരിപാടി സ്ഥലത്തേക്ക് പോകാൻ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ പിടിക്കും. അപ്പൊ ആ സമയത്ത് കാറിലിരുന്ന് വരച്ചാല് മൂടുണ്ടാവില്ല. പിന്നെ തിരിച്ച് ഇവിടെ വരുമ്പോ എങ്ങനെയും ഉറങ്ങിയാൽ മതി, ഫുഡ് കഴിക്കുക, TV കാണാം. എനിക്ക് TV വീട്ടിലിരുന്ന് ആ സോഫയിലിരുന്ന് TV കാണുന്നത് എന്ത് ഇഷ്ടമെന്നറിയോ? അതാണോ ഫേവറേറ്റ് തിങ്? എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം ആ സോഫയിൽ ഇങ്ങനെ കിടന്നിട്ട് നെറ്റ്ഫ്ലിക്സോ പ്രൈം അതൊക്കെ ഇങ്ങനെ ഹോട്ട്സ്റ്റാറിലൊക്കെ ഇരുന്ന് കാണണം. ബിഗ് ബോസ് ഒക്കെ കാണാം ഞാൻ ഇങ്ങനെയായിട്ട്. ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട്. ബിഗ് ബോസ് കാണാൻ ഞാൻ ഇപ്രാവശ്യത്തെ ബിഗ് ബോസും കാണുന്നുണ്ട്. ഓക്കെ, ഏതാ? മലയാളമാണോ തമിഴാണോ കാണുന്നത്? തമിഴാണോ? രണ്ടും കാണാറുണ്ട്. രണ്ടും കാണും. കോൾസ് വല്ലതും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പോകാൻ താല്പര്യമുണ്ടോ? പോകാനും താല്പര്യമില്ല, കണ്ടാ മതി. ഇപ്പൊ ഒറ്റ കുട്ടിയായിട്ടല്ലേ വളരുന്നത്. അപ്പൊ സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്തൊരു ലൈഫൊക്കെ എങ്ങനെയുണ്ടാവും? വളരെ നല്ലതാ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല സിബ്ലിങ്സ്. ഞാൻ ചെറുപ്പം മുതലേ പറയാം. സെൽഫിഷ് ആണോ? പോസസീവ് ആണോ? ചെറുതായിട്ട് നല്ല രീതിയില്. മറ്റേ ഈ എന്റെ വീട് അപ്പുവിന്റെ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ പറയാറുണ്ട്, എനിക്ക് വല്ല അനിയനൊക്കെ ഇതേപോലെ വന്നു കഴിഞ്ഞാല് ഞാനും അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ അതുകൊണ്ടായിരിക്കാം പക്ഷെ പപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണെങ്കിലും എല്ലാം കൊടുത്താ കുട്ടിക്ക് വളർത്തണം, അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പൊ രണ്ടുപേരാണെങ്കിലും കുറച്ച് ഇത്രയും ഫോക്കസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കുട്ടിയാകുമ്പോ ഈ കൊച്ചിനെ ഡാൻസ് ക്ലാസ്സിൽ വിടാം, മ്യൂസിക് ക്ലാസ്സിൽ വിടാം, എല്ലാം കൂടി ഈ കൊച്ചിനെ കൊടുത്തിട്ട് ഈ കൊച്ചു ആരെങ്കിലൊക്കെ ആയിത്തീരുമല്ലോ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ ചിത്രചേച്ചിയുടെ ഒരു പാട്ടിലല്ലേ ഹിറ്റായിട്ട് പാട്ടുണ്ട്, ഒരു ഹമ്മിങ്, അഞ്ജലിയുടെ നടുവിൽ ഒരു ഹമ്മിങ് വരുമല്ലേ, ആ ഹമ്മിങ് പാടാം. അത്രയൊന്നും വരത്തിലോട്ടെ, കളിയാക്കരുതാരും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാടാം. ശരി.
പിച്ച് പാടിയപ്പോ കൂടിപ്പോയി. അല്ല അപ്പൊ ഹൈ റേഞ്ച് അല്ലെങ്കിൽ ഈ പാട്ട് ഹൈ റേഞ്ച് ആവും. പക്ഷെ ഞാൻ തുടങ്ങിയത് ഒരു അരക്കെട്ട കൂടുതലായിട്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങള് സിംഗേഴ്സിന് ഈ വോക്കൽ എക്സസൈസ് ഇല്ലേ? ഭയങ്കര കോമഡിയാ. കോമഡി അല്ല, പക്ഷെ രസമുണ്ട്. പക്ഷെ ഓട്ടർഷ പ്രിയ എങ്ങനെയാ ചെയ്യുന്നത്? എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണം. ഈ സാധനം ചെയ്താൽ ഇൻസ്റ്റന്റ് ആയിട്ട് തൊണ്ട തുറക്കും. ഓക്കെ. അതൊരു റോളാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വേണം തൊണ്ട തുറക്കാം. നമുക്ക് ഇപ്പൊ എന്റെ തൊണ്ട കുറച്ച് അടഞ്ഞിരിക്കുക. പാടിയുണ്ട് അല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഉറങ്ങി എണീറ്റോ ഒന്നും വോമപ്പ് ചെയ്യാണ്ട് വന്നേക്കാം. പക്ഷെ ഈ സാധനം ചെയ്താൽ നമുക്ക് ഇനി നന്നായിട്ട് തൊണ്ട തുറക്കും. ഞാൻ വ്യത്യാസം കാണിച്ചു തരാം. ഓക്കെ, നമുക്കത് കാണാം. എന്തായാലും ഓട്ടർഷ വിളിക്കണ്ടേ? ഓട്ടർഷ അതിനെന്താ പറയാ? അതിനെ ലിപ് ട്രിൽസ്, ടങ് ട്രിൽസ് എന്നൊക്കെ പറയും. ഓക്കെ. ലിപ് ട്രിൽസ് എന്ന് പറഞ്ഞാല് ഈ സാധനം. ടങ് ട്രിൽസ് പറയുമ്പോ ഇത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇത് പിച്ച് കൂടി കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതും ടങ് ട്രിൽസും ലിപ് ട്രിൽസും ആണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാവരും ഇപ്പൊ എത്ര വലിയ മ്യൂസീഷ്യൻ എടുത്തു കഴിഞ്ഞാലും അവര് ഷോക്ക് മുന്നേ ഈ സംഭവം ചെയ്തിട്ടേ കയറത്തുള്ളൂ. ഇപ്പൊ ശ്രേയ ഘോഷൽ മാം ആണെങ്കിലും ആരാണെങ്കിലും ഇത് ചെയ്തിരിക്കും, ഉറപ്പാണ്. 100% ഷുവർ. കാരണം എല്ലാരും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വെസ്റ്റേൺ സിംഗേഴ്സ് ഒക്കെ ഇല്ലേ, ഇപ്പൊ സെലീന ഗോമസ് അവരും ഇത് ചെയ്യാറുണ്ട്. അവരും ഇതൊക്കെ തന്നെ ചെയ്യണം. ഇത് രണ്ടാണ് മെയിൻ എക്സസൈസ്. പിന്നെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് my mother makes me ഞാനും മറന്നില്ല. എനിക്ക് നോക്കി പാടി 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 അതാണ് കോൺസണൻസ് എന്നൊക്കെ പറയാം. വവൽസ് അല്ലേ, എ ഇ ഐ ഒ യു എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മുടെ മൗത്തിന്റെ പ്ലേസ്മെന്റ് AEIOU ഇതാണ് സംഭവം. അത് അപ്പൊ നമ്മളെ ഓരോ ഭാഗം തുറക്കാൻ തോന്നുന്നത് എന്താണ് സംഭവം അറിയില്ല. എല്ലാവരും ചെയ്യണോണ്ട് ഞാനും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഈ രണ്ട് സാധനങ്ങളാ. ഞാൻ ടങ് ട്രിൽസും ലിപ് ട്രിൽസും എല്ലാത്തിനും ഷോക്കൊക്കെ മുന്നേ ഞാൻ ചെയ്യും. ആൾക്കാർ കളിയാക്കും. ഓക്കെ. ഇപ്പൊ വെസ്റ്റേൺ ആണ് കുറച്ചുകൂടി കംഫർട്ട് സോൺ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു സോങ് കൂടി കേൾക്കാം. മനസ്സേ തുറந்தாயே நீ எங்கிருந்து வந்தாயோ நீ அடியே அடியே என்ன எங்க நீ கூட்டி போற அடியே அடியே எங்க நீ கூட்டி போற ஏன எங்க நீ கூட்டி போற பல்லாங்குழி பத புரியல உன்னை நம்பி வரனே ஒரு காட்டு பாயா ஒரு ஆட்டுக்குட்டி போலவோ பின்ன சுத்துறனே அடியே அடியே என்ன எங்க நீ கூட்டி போற அடியே அடியே என்ன எங்க நீ கூட்டி போற அடியே அடியே என்ன எங்க நீ கூட்டி போற. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടായി. എന്നുവെച്ചാ സൗണ്ട് ഇങ്ങനെ കയറി 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 ഞങ്ങളുടെ സ്റ്റുഡിയോ മൊത്തം ആ ഒരു വൈബ്രേഷൻ ആക്കി പ്രിയ. ഓക്കെ, ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചറിൽ കല്യാണം അല്ലാണ്ട്? അല്ല, കല്യാണം കഴിഞ്ഞാണ്. നമ്മള് സിനിമയിലൊക്കെ പാടണം, എല്ലാരും അറിയാവുന്ന ഒരു സിംഗർ ആവണം. ഇതൊക്കെ തന്നെ ആഗ്രഹം. എനിക്ക് ഇവിടെ പാടണം. മലയാളത്തില് എനിക്ക് മലയാളം പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഡയറക്ടേഴ്സും വിളിച്ചിട്ടില്ല. വിളിക്കട്ടെ, എല്ലാരും ഒന്ന് അറിയണം. ഓക്കെ, എന്നിട്ട് അവര് പാട്ടൊക്കെ തരണം. ഫേവറേറ്റ് ആരാ മ്യൂസിക് ഡയറക്ടറാ മലയാളത്തില്? ആരുടെ ഇതിൽ പാടണം എന്ന് ആഗ്രഹം? ജെയ്ക്സ് ബിജോയ് സാറിന്റെ പാടണം ഭയങ്കര ആഗ്രഹമുണ്ട്. പുള്ളിയുടെ പാട്ട് എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല എല്ലാം ഒരു വെസ്റ്റേൺ ജോണേഴ്സിൽ പുള്ളി നിറയെ ചെയ്യാറുണ്ട് പാട്ടുകൾ. ആളുടെ അതിൽ ഏതാ ഏറ്റവും ഇഷ്ടം?
ഏറ്റവും ഫേവറേറ്റ് റണപ്പിലെ എല്ലാ പടവും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പുള്ളിയുടെ ടൈറ്റിൽ ട്രാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു സാധനം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും കേൾക്കും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പിലേക്ക് പോവാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് പ്രിയക്ക് ഇഷ്ടമുള്ള ഒരു പ്രിയാസ് ചോയ്സ് റൗണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മയ്യ മയ്യ എന്നൊരു പാട്ടാണ്. ഞാൻ പണ്ട് വരെ പാടുന്നൊരു പാട്ട്. പാട്ട് പാടാം. ശരി. മുത്തം തിമ്പവൾ ഒരു മുരുട്ട് പൂയിവൾ நான் தினமும் தோற்பவள் அந்த ஆட்டை சண்டையில் இனி குறையிட்டும் திருவிளக்கு நீடம் சுட்டி பொருள் விளக்கு அட கடவுளை அடையும் வழியில் என் பேர் எழுதிருக்கு மையா மையா பாடு நிலாவே வருடம் பூசி வைத்துக்கொள் மை மை மையா என் உடலில் ஒளிவிட்ட மலர்களும் பொய்யா பொய்யா மையா மையா நிலாவே வருடம் பூசி வைத்துக்கொள் மை மை மையா என் உடலில் ஒளிவிட்ட மலர்களும் பொய்யா பொய்யா സൂപ്പർ. താങ്ക് യു. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് പ്രിയ. പ്രിയയുടെ വൈബ് ഭയങ്കര അടിപൊളിയാണ്. അവിടെ സ്റ്റുഡിയോ ഇങ്ങനെ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന വൈബാണ്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് പ്ലീസ്, കുട്ടി മലയാളിയാണ്, അപ്പം ഇനി മലയാളത്തിലെ സോങ്സ് ഒക്കെ പാടാൻ ചാൻസ്. ടു വെറൈറ്റി മീഡിയ ഇതുവരെ ഒരു ചാനൽ പോലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് വിളിച്ചത്. മസ്താനിക്ക് ഒരുപാട് നന്ദി. സൂപ്പർ ആയിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.